ക്രേസി ഹാക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്, ഇതിൻ്റെ കളർ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഇത് ഒരു സദ്യ സ്പെഷ്യൽ പച്ചടിയാണ്, ബീട്രൂട്ട് പച്ചടിയാണ്. അപ്പോൾ ഓണമൊക്കെ അടുത്ത് വരുന്നത് കൊണ്ട് ഈ ഒരു സ്പെഷ്യൽ പച്ചടി തയ്യാറാക്കാമെന്ന് കരുതി. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബീട്രൂട്ടാണ്. അപ്പോൾ നല്ല കളറുള്ള സൈസ് ബീട്രൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരെണ്ണം തന്നെ മതി. ഒരെണ്ണം നമ്മൾ കറി വെച്ചാൽ 10-20 പേർക്കുള്ള കറി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കളറുള്ള സൈസാണ് നമ്മൾ എടുത്തിരുന്ന ബീട്രൂട്ട്. അത് എപ്പോഴും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല കളറുള്ള സൈസാണെങ്കിലും മാത്രമേ നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല കളറിൽ നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട തൈര് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഒരു 3/4 കപ്പ് അളവ് തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം പുളിയുള്ള തൈരാണ് നമുക്ക് ഇതിന് നല്ലത്. അപ്പോൾ ഓവർ പുളിയാവരുത്. ഇനി നമുക്കിത് മിക്സിയുടെ ബ്ലെൻഡറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. അത് മോരായി പോവരുത്. ഇനി നമുക്കിത് നീക്കി വയ്ക്കാം. ഇനി നമുക്ക് പച്ചടി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഇതേപോലൊരു പാൻ വെച്ച് കൊടുക്കുക. അപ്പോൾ പാൻ വയ്ക്കുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി വയ്ക്കുക. അപ്പോൾ ചൂടായതിന് ശേഷം നമ്മൾ ആ ഫ്ലെയിം ഒന്ന് ലോവിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ കൂടരുത്, കാരണം നമ്മൾ ഇതിനകത്ത് അവസാനം താളിച്ചൊഴിക്കേണ്ടതുണ്ട് വെളിച്ചെണ്ണ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ബീട്രൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിത് ഒരു 10-15 മിനിറ്റ് നേരം നന്നായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം. ഇനി ആ ബീട്രൂട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ആദ്യം കുറച്ച് മാത്രം ഉപ്പ് ചേർത്താൽ മതി. പിന്നീട് നമുക്ക് ഇതിനകത്ത് തൈരൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന ഉപ്പിലും ആ വെളിച്ചെണ്ണയിലും നന്നായിട്ടിത് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി, എന്നാലും മാത്രമേ നമുക്ക് ഈ കറിക്ക് നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത്ര മതി. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 5 മിനിറ്റും കൊണ്ട് നമുക്കിത് മുഴുവനായിട്ട് വെന്ത് കിട്ടില്ല. എന്നാലും നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം. നന്നായിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു 10-12 മിനിറ്റ് നേരം നമുക്ക് വീണ്ടും ഇത് നന്നായിട്ട് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ വെളിച്ചെണ്ണയിലും ഉപ്പിലൊക്കെ നന്നായിട്ട് ഇത് വഴറ്റി എടുക്കേണ്ടതാണിത്. എന്നാലേ അതിൻ്റെ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല സ്വാദ് നമുക്ക് ഈ പച്ചടിക്ക് കിട്ടുള്ളൂ. ഇത്ര മതി. ഇനിയും നമുക്ക് മൂടി വെച്ചിട്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10-12 മിനിറ്റ് നേരവും കൂടി നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് ഒരു 6 ടീസ്പൂണോളം നാളികേരം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നാളികേരത്തിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു മീഡിയം വലിപ്പത്തിലുള്ള നാളികേരത്തിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 പച്ചമുളക്. അപ്പോൾ അത്യാവശ്യം എരിവുള്ള 2 പച്ചമുളക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരല്പം മാത്രം കടുക്, പിന്നെ ഒരു 3-4 ചെറുജീരകം. അപ്പോൾ ഈ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വരെ ആവാം. അപ്പോൾ എനിക്ക് അത്ര ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതിൻ്റെ പേരിലാണ് ഞാനിത് ഒരല്പം മാത്രം ജീരകം ചേർത്ത് കൊടുക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു 2-3 ഇതള് വേപ്പില. ഇനി നമുക്ക് അല്പം വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇത്ര മതി. അപ്പോൾ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നീക്കി വയ്ക്കാം.
ഇപ്പോൾ നമ്മൾ കറി വെച്ചിട്ട് നന്നായിട്ട് അത് വെന്തിട്ടുണ്ടാവും. ഒരു 10-12 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല വെള്ളമൊക്കെ വറ്റി നല്ല ആ മെഴുക്കിലും ഉപ്പിലൊക്കെ പിടിച്ചിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ കറി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആയി വരണം. അതിനകത്ത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ അരപ്പിൻ്റെ ഈ വെള്ളത്തിൽ തന്നെ നന്നായിട്ട് ഇത് ഒന്നും കൂടി ഒന്ന് വരട്ടിയെടുക്കുക. അപ്പോൾ അതിൽ അരപ്പിലുള്ള വെള്ളവും കൂടി നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതിനി ഇളക്കി കൊടുക്കും തോറും നമുക്ക് അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് കിട്ടും. അപ്പോൾ ഈ അരപ്പിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ട് മാറേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് മാത്രം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ആ അരപ്പിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ തൈര് ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അത് മോര് പോലെ ആവാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് തൈര് ഉടച്ചെടുത്താൽ മാത്രം മതിയാവും, മോരായി പോവരുത്. പിന്നെ അതിനകത്തേക്ക് ഒഴിക്കുമ്പോൾ അതിൻ്റെ ചാറ് എത്രത്തോളം വേണമെന്നുള്ളത് നോക്കിയിട്ട് വേണം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ തൈര് മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കരുത്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് വെള്ളമൊന്നും ചേർക്കുകയും ചെയ്യരുത്. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്ന് നോക്കിയതിന് ശേഷം, അപ്പോൾ നമുക്ക് ഈ എടുത്തു വെച്ചിരുന്ന തൈര് കറക്റ്റായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയാവുമ്പോൾ കണ്ട കറക്റ്റ് പാകമാണ് നമ്മൾക്ക്. കാരണം ഇത് നമ്മൾ ഇലയിലാണല്ലോ നമ്മൾ സദ്യ വിളമ്പുമ്പോൾ ആ ഇലയിൽ അതിങ്ങനെ ഇരിക്കണം, അത് ഒഴുകിപ്പോവരുത്. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തൈര് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നല്ല ചൂടിലാണ് ഇപ്പോൾ ഇതിരിക്കുന്നത്. അപ്പോൾ ഉപ്പൊക്കെ ഞാൻ നോക്കിയപ്പോൾ നല്ല കറക്റ്റാണ്, പുളിയൊക്കെ പാകമാണ്, ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിനുശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുക. അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 3 വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരല്പം കറിവേപ്പില ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്ക് ഇതങ്ങോട്ട് കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ തയ്യാറായി കഴിഞ്ഞ്. അപ്പോൾ ഒരു ബീട്രൂട്ടും കൊണ്ട് നമുക്ക് 10-20 പേർക്ക് നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും ഈ പച്ചടി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സദ്യക്ക് ഇതൊരു അല്പം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു അടിപ്പൻ സദ്യ നമുക്ക് ഒരുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ബീട്രൂട്ട് പച്ചടി വെച്ചിട്ട് ഓണം ആഘോഷിക്കുക, സദ്യ ഉണ്ണ. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ടാറ്റാ.